യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്നിവിടെ ഈ അൾത്താരയിൽ വന്ന് നിൽക്കുവാൻ ഭാഗ്യം നൽകിയതിനെ ഓർത്ത് തിരുക്കുമാരനും കൃപാസന അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ്ന ജോസഫ്. എൻ്റെ അനിയൻ ഷാരോൺ ജോസഫ്. ഇതെൻ്റെ ഭർത്താവ് റെന്നി. ഇതെൻ്റെ മകൾ സേറ. ഞങ്ങൾ ബഹ്റൈനിൽ നിന്നാണ് വരുന്നത്. നാട് എറണാകുളം, സ്വദേശം വൈപ്പിൻ. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് 2019 അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി ധ്യാനം കൂടുവാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എല്ലാ മാസവും വണ്ടി വരും. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ ഉടമ്പടി ധ്യാനം വന്ന് കൂടി പോവാറുണ്ടായിരുന്നു. പിന്നെ വിവാഹശേഷം 2019 തന്നെ വിവാഹശേഷം ഉടനെ തന്നെ ഞാനും ഭർത്താവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിയായിരുന്നു. പിന്നീട് 2020 ഞങ്ങൾക്ക് ഞാൻ ആദ്യമായി പ്രഗ്നൻ്റായി 3 മാസമായപ്പോഴേക്കും എൻ്റെ കുഞ്ഞിന് വളർച്ചക്കുറവും ഹാർട്ട് ബീറ്റ്സ് ഇല്ലാത്തതും കാരണം ഞങ്ങൾക്ക് ആ കുഞ്ഞ് നഷ്ടമായി. പിന്നീട് അതിൽ എനിക്ക് ഒരുപാട് ദുഃഖവും വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ബഹ്റൈനിലേക്ക് തന്നെ പോയി. അവിടെ വെച്ച് 2022 സെപ്റ്റംബർ മാസം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി കഴിഞ്ഞ് ആ ഒരു സമയം ഒരുപാട് കോംപ്ലിക്കേഷൻസ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രഗ്നൻസിയെ തുടർന്ന് എനിക്ക് 5-ാം മാസം നാട്ടിലേക്ക് തിരിച്ചു പോരാൻ നിൽക്കുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ സെർവിക്സ് വളരെ ഡൗൺ ആണ്. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. പിന്നീട് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ ഒരു സമയം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കൃപ നന്നായിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയമെല്ലാം പരിശുദ്ധ അമ്മയാണ് എന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. കാരണം ഒന്ന് ബെഡിൽ നിന്ന് എണീക്കാനോ ഞാനൊന്നും ചെയ്യുവാനോ ഒന്നും തുനിഞ്ഞിരുന്നില്ല. പക്ഷെ ആ ഒരു സമയമൊക്കെയും പരിശുദ്ധ അമ്മ എന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. എനിക്ക് ആ സാമീപ്യം നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഒരു കോംപ്ലിക്കേഷൻസും കൂടാണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ കൈകളിൽ വെച്ച് തരണം. ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് ഇവിടെ വരും. അങ്ങനെ എൻ്റെ ഡെലിവറി സമയത്തും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഡെലിവറി ഒരുപാട് ലേറ്റായിട്ടാണ് നടന്നത്. കുഞ്ഞിന് വളരെ വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പം ഒരാഴ്ചയിലധികം മരുന്ന് വെച്ച് മുന്നോട്ട് പോയി. ഒരുപാട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് സിസേറിയൻ കഴിഞ്ഞ് കിട്ടിയപ്പോൾ കുഞ്ഞിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ശരിക്കും നമുക്കറിയാം, അത്രയും ദിവസം മരുന്നെല്ലാം വെച്ച് വളരെ കഷ്ടപ്പെട്ട് വരും. ആ കുഞ്ഞിന് എന്തേലുമൊക്കെ ബുദ്ധിമുട്ട് വരേണ്ടതാണ്. പക്ഷേ അത്ര സമയം കഴിഞ്ഞിട്ടും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെയാണ് കുഞ്ഞിനെ കൈകളിലേക്ക് തന്നത്. ഞങ്ങൾ അവൾക്ക് 6 മാസം ഉള്ളപ്പോൾ തന്നെ ബാപ്റ്റിസത്തിന് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ ഒരു സമയം ബാപ്റ്റിസം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം തന്നെ ഞാനിവിടെ കുഞ്ഞായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്നായിരുന്നു. അങ്ങനെ വന്ന സമയത്താണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ശരിക്കും ഉടമ്പടിക്ക് വേണ്ടി ഒരുങ്ങിയൊന്നുമല്ല വന്നത്. എൻ്റെ കസിനും കൂടെ ഉണ്ടായിരുന്നു. കസിനാണ് എന്നോട് പറഞ്ഞത്, ഇപ്പോൾ പറ്റിയ സമയമാണ്, ഉടമ്പടി ക്ലാസ് തുടങ്ങാറാവുന്നുള്ളൂ, നിങ്ങൾ പറ്റുമെങ്കിൽ ഉടമ്പടി എടുക്കുന്ന. പക്ഷേ ഒരുങ്ങിയിട്ടില്ലെങ്കിലും പിന്നീട് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. ആ ഒരു സമയം ഞാൻ നിയോഗത്തിൽ സമർപ്പിച്ചതാണ് എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ്. ഹസ്ബൻഡ് ഒരു 10 വർഷം അടുക്കിയായി അവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിച്ചിട്ട് അതൊരു പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിന്നതാണ്. അതിന് പാതി മാത്രം റോഡ് ടെസ്റ്റ് മാത്രം കിട്ടാൻ ബാക്കിയുള്ളപ്പോൾ ഉപേക്ഷിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ആ കാര്യം നടന്നിട്ടില്ല. ഹസ്ബൻഡിന് തന്നെ അതിന് നടക്കത്തില്ല എന്നുള്ളൊരു രീതിക്കായിരുന്നു. ആരുടെ കാറും ഓടിക്കത്തുമില്ല, അങ്ങനെ ഓടിക്കുന്ന ഒന്നുമില്ലായിരുന്നു. പക്ഷേ നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ലെങ്കിലും ആ ഒരു ഉടമ്പടി എടുത്തു പോയി 3 മാസത്തിനുള്ളിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ലൈസൻസ് കിട്ടി. ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ഓടിക്കുവാനും അതിന് നല്ലൊരു കാറും ഞങ്ങൾക്ക് മാതാവ് ഒരുക്കി തന്നു.
പിന്നീട് ആ ഒരു ഉടമ്പടിയിൽ ഞാൻ ആദ്യമെല്ലാം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുമെങ്കിലും പിന്നീട് കുഞ്ഞുള്ളതിൻ്റെ പേരിൽ കുറേ ഉഴപ്പും ഒക്കെ നടത്തിയായിരുന്നു. പിന്നെ എങ്കിലും വിശ്വാസം നന്നായിട്ടുണ്ടായിരുന്നു. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2023 കഴിഞ്ഞ വർഷം ഒരു ഒക്ടോബർ മാസമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് UK പോകുവാൻ ഒരവസരം വന്നു. എൻ്റെ ഹസ്ബൻഡിന് UK പോകുവാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അതിന് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഞങ്ങൾ അന്വേഷിക്കുന്നല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഞങ്ങളത് അങ്ങനെ വിട്ടുകളഞ്ഞതാണ്. പക്ഷേ അതൊരു ഒക്ടോബർ മാസം ലാസ്റ്റ് ഇൻടേക്കാണ്. ഇനി നിങ്ങൾക്ക് പോകാൻ അവസരമില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളതിനു വേണ്ടി ഒട്ടും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയും എൻ്റെ ഗോൾഡെല്ലാം വിറ്റ് യൂണിവേഴ്സിറ്റിക്ക് പൈസ അടക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിക്ക് പൈസ അടച്ച് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുന്നോട്ട് പോകാൻ ഇനി പറ്റത്തില്ല. കാരണം ഇനിയും ഒരുപാട് പൈസ ഞങ്ങൾക്ക് അടക്കുവാനുണ്ട്. കാരണം ഞാനും ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് തന്നെ പോകാനാണ് നോക്കുന്നത്. കുഞ്ഞ് അവിടെ ഞങ്ങളുടെ കൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ അവൾ ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യം നടക്കൂലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തന്നെയാണ് ആദ്യമേ തൊട്ട് ശ്രമിച്ചിരുന്നത്. പക്ഷേ അതിനുവേണ്ടിയുള്ള പണം ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒക്കുന്നുണ്ടായിരുന്നില്ല. ലോണെല്ലാം ലഭിക്കുമെന്ന് കണ്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ചപ്പോൾ അതൊന്നും നമ്മൾ പുറത്തായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാലറി ഇതൊന്നും കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കാണിക്കത്തില്ല എന്നും നമുക്കത് കിട്ടത്തില്ല എന്ന് തന്നെ അറിഞ്ഞു. പിന്നീട് നമുക്ക് തോന്നി ഇത് മുന്നോട്ട് പോകുന്നത് നല്ലതല്ല. മുന്നോട്ട് പോയാൽ നമുക്ക് അങ്ങോട്ട് എത്താനും പറ്റത്തില്ല. കൂടാണ്ട് ഇനിയും കൂടുതൽ പൈസകൾ നഷ്ടമാകും. പിന്നെ എൻ്റെ കുഞ്ഞായിട്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ടത് വേണ്ടാന്ന് തന്നെ വെച്ചു. പക്ഷെ വെച്ച് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മൊത്തം ഫാമിലിയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മടങ്ങി. പ്രാർത്ഥിച്ചു പോകുമ്പോഴും ഞാൻ വന്ന് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക മാത്രമേ ചെയ്തേ. പക്ഷേ ചെന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഏജൻസിയിൽ നിന്നാണെങ്കിലും എല്ലാവരും പ്രഷർ തരാൻ തുടങ്ങി. പോവാണ്ട് പറ്റത്തില്ല, ക്യാൻസൽ ചെയ്താലും പൈസ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത്രയും പൈസ നമ്മൾ ഇതിനു വേണ്ടി കൊടുത്തേക്കുക. ഒരു 7 ലക്ഷത്തി ചില്ലാൻ രൂപയോളം ഞാൻ അതിനു വേണ്ടി അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ കുറേ പ്രശ്നങ്ങളും എല്ലാം പ്രഷറൊക്കെ അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് അതിൽ നിന്ന് കൂടുതൽ അകന്നുപോയി. ഞാനപ്പോൾ ഉടമ്പടി പുതുക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മ അതാണ് ആഗ്രഹിക്കുന്നത്. അതെൻ്റെ തെറ്റായിരുന്നു എന്നെനിക്ക് തന്നെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ ഡേറ്റ് ബുക്ക് ചെയ്തേക്കുന്ന ദിവസം അന്ന് വെളുപ്പിന് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഈ ഒരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് അതിൽ ആവശ്യപ്പെട്ടത്. എനിക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണം. എനിക്ക് അമ്മ ഈ പൈസ തിരികെ തരണം. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം ഉണ്ടായിരുന്നു. സന്തോഷത്തോടു കൂടി തന്നെയാണ് അന്ന് രാത്രി ഞാൻ തിരിച്ചു പോയത്. പോയി കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയെല്ലാം പറ്റാവുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ പാലിച്ചു പോയി. ഞങ്ങൾ അവിടെ ആയതിൻ്റെ പേരിൽ തന്നെ പള്ളിയിലെല്ലാം പോകുന്നത് ഇടയ്ക്കെല്ലാം മാത്രമാണ്. കൃത്യമായി എല്ലാ ആഴ്ചയിലും ഒന്നും പോകാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ അന്ന് ഇവിടുന്ന് പോയതിൽ പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവും, കുർബാന കൂടും, കുടുംബ പ്രാർത്ഥന എല്ലാവരും കൂടി തന്നെ ഇരുന്ന് ഒരുമിച്ച് ചെല്ലും, ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. അങ്ങനെ നമ്മൾ വിശ്വാസം നമ്മുടെ കുടുംബത്തിൽ ആഴമായി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നീട് അവർ പറഞ്ഞു ഞങ്ങളായിട്ട് ഡയറക്റ്റ് ഇത് ക്യാൻസൽ ചെയ്യാൻ പാടത്തില്ല, അവർ തന്നെ ഏജൻസി തന്നെ ശ്രമിച്ചിത് ക്യാൻസൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ കുറച്ച് വൈകും, ബാക്കിയുള്ള കുട്ടികളെല്ലാം പോയി തീരണം. അങ്ങനെ ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ നോക്കട്ടെ എന്ന് വിചാരിച്ചു മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ഡിസംബർ അവസാനം ജാനുവരിയൊക്കെ ആയപ്പോഴേക്കും അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇനി റീഫണ്ടിൻ്റെയും ഇതെല്ലാം ഫില്ല് ചെയ്ത് ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്തു. യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്ക് റീഫണ്ടിന് ചെയ്യാമെന്ന്.
അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്ന് എൻ്റെ എല്ലാ സംഭവങ്ങളും ഡോക്യുമെൻസും റീഫണ്ട് ഫോമും എല്ലാം അവർ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇനി കുഴപ്പമില്ല, പൈസ കിട്ടിക്കോളും എന്ന് തന്നെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞു വെച്ചത്. അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ പിന്നെ ഞാൻ അതിനെപ്പറ്റി അധികം ആകുലപ്പെട്ടിട്ടില്ല. പരിശുദ്ധ അമ്മ അത് തരും എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി നമ്മൾ ഇവരെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയും കൊടുത്തിട്ടുണ്ട്, പൈസ പെട്ടെന്ന് കിട്ടും എന്നൊക്കെ. പിന്നെ വിളിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയും കൊടുത്തിട്ടുണ്ട്, അവരൊന്നും പറഞ്ഞിട്ടില്ല. അത്രയല്ലാണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു മറുപടിയും കിട്ടാണ്ടായി. അങ്ങനെ മാസം 5 ആവായി. 5 മാസമായപ്പോഴും ഒരു തീരുമാനവും ഇതിലാവാതെ ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തന്നെ ഒരു ദിവസം തോന്നി നമ്മളിത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നമ്മൾ യൂണിവേഴ്സിറ്റി ആയിട്ട് എങ്ങനെയെങ്കിലും ബന്ധപ്പെടണം. അങ്ങനെ ഞങ്ങളിത് കുറേ അന്വേഷിച്ചും പിടിച്ചും അവിടുത്തെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള മെയിലെല്ലാം നമ്മൾക്ക് ലഭിച്ചു. അതിലേക്ക് നമ്മൾ മെയിൽ ചെയ്തു, നമ്മളുടെ റീഫണ്ടിൻ്റെ സ്റ്റാറ്റസും എല്ലാം അന്വേഷിച്ച്. അപ്പോൾ അവരിതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ യാതൊരു റീഫണ്ടും ആരും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുമില്ല, ഒരു പ്രൊസീജിയറും ഇവിടെ നടന്നിട്ടില്ല എന്ന്. അത് കേട്ടപ്പോൾ നമുക്കൊരു ഷോക്കായിരുന്നു. കാരണം നമ്മളിത് കിട്ടും എന്നുള്ളൊരു ഇതിൽ പോയി അവർ വരെ നമ്മളോട് തരും എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിമിഷം ഇവരൊന്നും ചെയ്യുന്നില്ല എന്നറിഞ്ഞപ്പോൾ നമ്മളവരൊരു ചീറ്റ് ചെയ്യാൻ നമുക്ക് അത് മനസ്സിലായി. പിന്നീട് നമ്മൾ ഏജൻസിനെ കോണ്ടാക്ട് ചെയ്ത് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിതെല്ലാം കൊടുത്തതാണ്, പക്ഷെ അത് എന്തോ പ്രശ്നം പറ്റിയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾ വിത്ത് പ്രൂഫ് സഹിതം അവരെല്ലാം കാണിച്ചപ്പോൾ അവർക്ക് നിഷേധിക്കാൻ പറ്റിയില്ല. അവസാനം അവർ പറഞ്ഞു ഞങ്ങളിതിപ്പം ചെയ്തോളാം, പൈസ കിട്ടും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവസാനം അവരത് ഏപ്രിൽ 20-ാം തീയതിയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഇവർ എൻ്റെ റീഫണ്ട് സബ്മിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു കോഴ്സ് കഴിയാറായി, ശരിക്കും ഇനി ആ റീഫണ്ട് കിട്ടുവാൻ ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങൾ കൃത്യസമയത്താണ് അത് അന്വേഷിച്ചത്, ഒരു 2 മാസം വൈകിയിരുന്നെങ്കിൽ ആ പൈസ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു എന്ന്. അങ്ങനെ കൊടുത്തിട്ടെങ്കിലും നമുക്കുള്ളിൽ അപ്പോഴും ഒരു ആദ്യമായി യൂണിവേഴ്സിറ്റി അത് എടുക്കുമോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെ. പക്ഷേ നമുക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല. എൻ്റെ മെയിലും കാര്യങ്ങളും എല്ലാം ഏജൻസി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മളായിട്ട് യാതൊരു കോണ്ടാക്റ്റും യൂണിവേഴ്സിറ്റിക്ക് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവരുടെ റൂൾ അനുസരിച്ച്. ഞങ്ങളങ്ങനെ 1 മാസം പിന്നിട്ടു. മെയ് 20 കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നീട് ഇവരെ അന്വേഷിക്കുക എന്തായി എന്നറിയാൻ. ഞാനപ്പോൾ ഇതിനിടയിൽ 7 ദിവസം 7 പ്രാവശ്യം വെച്ച് ഉടമ്പടി പ്രാർത്ഥന എല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞൊരു 2 ദിവസത്തിന് ശേഷം ഈ ഒരു മെയ് 20 ആ ഒരു സമയത്താണ് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് പൈസ വിടുന്നവർ യൂണിവേഴ്സിറ്റി നമുക്കത് നമ്മളുടെ പൈസ അവർ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം നമുക്കറിയാം അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഞങ്ങളെ മാതാവാണത് വെളിപ്പെടുത്തി തന്നത്. ഇത് നമ്മുടെ കാര്യങ്ങൾ ഞങ്ങളറിയാണ്ട് പോകേണ്ട കാര്യമാണ്, സമയം കഴിഞ്ഞ് പോകേണ്ട കാര്യമായിരുന്നു. മാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അങ്ങനെ ശരിക്കും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയം, പുതുക്കിയ സമയം മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് ജൂണിൽ നാട്ടിൽ വരണം. ജൂണിൽ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബാപ്റ്റിസവും കൂടി ആയിരിക്കും. അപ്പോൾ ഞാൻ വരും. അപ്പോൾ വരുമ്പോൾ എനിക്ക് വരാൻ പറ്റുമ്പോൾ എനിക്ക് ഈ പൈസ കിട്ടണം, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. പക്ഷേ ഈ പൈസ ഇങ്ങനെയെല്ലാം മുടങ്ങിപ്പോയപ്പോൾ നമ്മളതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടുപോയി, ഇനി അത് നടക്കത്തില്ല എന്ന്. എൻ്റെ വീട്ടുകാരെയും ഞങ്ങൾ ആ ഒരു ഏപ്രിൽ സമയത്ത് വിളിച്ചു പറഞ്ഞു നമുക്കിനി നാട്ടിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞങ്ങൾ എന്തു വന്നാലും കുറച്ച് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും വരാം. അപ്പോൾ പിന്നെ ഞാൻ അമ്മനെ തന്നെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു വിശ്വാസമുണ്ട്, ആ പൈസ അമ്മ തരുന്ന ഉടനെ ഞാനവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വരും എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്യും. അപ്പോഴും നമുക്ക് ഇത് എത്ര വേഗം കിട്ടും എന്നുള്ളതൊന്നും ഒരു ധാരണയില്ല. അങ്ങനെ എനിക്ക് ഒരു മെയിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ ഞാനിവിടെ എറണാകുളത്തെ ഏജൻസിയായിട്ട് പൈസ ട്രാൻസാക്ഷൻ ചെയ്യുന്നവരായിട്ട് കോണ്ടാക്ട് ചെയ്തു. അവർ പറഞ്ഞു പൈസ വന്നിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല, പക്ഷേ എന്നാലും സമയമെടുക്കും, 10-15 ദിവസത്തിൽ മേലെ നിങ്ങൾക്ക് അതിനു വേണ്ടി എടുക്കും.
ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി മുന്നോട്ട് പോകാനുണ്ട്, കൺഫർമേഷനുമെല്ലാം. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ സബ്മിറ്റ് ചെയ്യുന്നത് അവർ മെയ് മാസം 29-ാം തീയതിയാണ് അവരതെൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സോടെ സബ്മിറ്റ് ചെയ്യുന്നത്. മെയ് മാസം 30-ാം തീയതി ഉച്ചയ്ക്ക് എൻ്റെ പൈസ പൂർണ്ണമായും ഞങ്ങൾക്ക് ബാങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്ത് കിട്ടി. അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം അത്ര സമയത്ത് ഞാനപ്പോൾ ഈ പൈസ വിടുന്നവരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പോലും പറഞ്ഞു, ഇത്ര പെട്ടെന്ന് പൈസ കിട്ടിയോ, അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ, ഇതിന് ഇത്തിരി സമയം കൂടുതൽ എടുക്കേണ്ടതാണെന്ന്. അപ്പം നമുക്ക് മനസ്സിലായി, മാതാവ് ഞാൻ പറഞ്ഞ പോലെ ജൂണിൽ എന്നെ അവിടെ വരുത്താൻ മാതാവ് തന്നെ നിയോഗിച്ചേക്കുക. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്കിത്. ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച കാര്യമല്ല അമ്മ ഞങ്ങൾക്കത് തിരിച്ചു തന്നത്. അങ്ങനെ കൂടാണ്ട് എൻ്റെ അനിയന് ഫെബ്രുവരി മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റ് തുടർന്ന് കാലിന് ഫ്രാക്ചർ സംഭവിച്ചു, 2 എല്ല് പൊട്ടുകയുണ്ടായി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പറ്റിയായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയ ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് അവന് സർജറി നടക്കുന്നത്, കാലിൽ സ്റ്റീലിടുന്നത്. ഈ ഒരു സമയമൊക്കെ എൻ്റെ അനിയൻ എപ്പോഴും പറയും, എൻ്റെ കാല് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അവൻ പറയും, എൻ്റെ കാല് എനിക്കിനി ശരിയായി കിട്ടുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ തന്നെ എപ്പോഴും പറയുള്ളൂ. അങ്ങനെ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പിന് വരുമ്പോൾ ഒക്കെ ആദ്യം എക്സ്റേ എടുത്ത് കഴിഞ്ഞ് നോക്കിയിട്ട് പറയും, കണ്ടോ പഴയ പോലെ തന്നെ ഇരിക്കുക, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒടിഞ്ഞൊടിഞ്ഞിരിക്കുക എന്നൊക്കെ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ്റെ ഇതിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, നീ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, നടക്കാത്തതായിട്ടൊന്നുമില്ല, ഇതിനേക്കാൾ കൂടുതൽ പറ്റിയ എത്രയോ പേര് പൂർണ്ണാരോഗ്യത്തോടെ എത്രയും വേഗം സുഖപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മ പറയുമായിരുന്നു, കഴിഞ്ഞ മാസത്തെ ചെക്കപ്പിന് പോയപ്പോൾ അമ്മ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്, ഇന്നത്തെ എക്സ്റേയിൽ അവനത് സുഖപ്പെട്ടിട്ടുണ്ടാവണമെന്ന്. അന്ന് അമ്മയാണ് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. എക്സ്റേ എടുത്ത് കഴിഞ്ഞ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇതെല്ലാം പൂർണ്ണമായും സുഖപ്പെട്ടിട്ടുണ്ട്, എല്ലാം ജോയിൻ്റായി, ഒരു കുഴപ്പമില്ല, ഇനി ഒരു സ്റ്റിക്കും ഒന്നും ഉപയോഗിക്കേണ്ട, സാധാ പോലെ അവന് നടക്കാമെന്ന്. അപ്പോൾ എപ്പോഴും ആ എക്സ്റേ എടുത്ത് നോക്കുന്ന ഇവൻ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, ശരിയാ, എൻ്റെ എല്ലാം ജോയിൻ്റ് ആയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല എന്ന്. ഇത് പരിശുദ്ധ അമ്മ തന്ന വലിയൊരു രോഗസൗഖ്യം തന്നെയാണ്. പരിശുദ്ധ അമ്മക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഒരു കസിൻ UK തന്നെയുള്ളവളാണ്. അവൾ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് യൂണിവേഴ്സിറ്റി ഫണ്ട് അടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, അവൾക്ക് ജോലിയും ഉണ്ടായിരുന്നില്ല, ഒരുപാട് കടബാധ്യതകളായിട്ടാണ് പോയത് തന്നെ. അപ്പോൾ ജൂൺ 10 അവർക്ക് ഡേറ്റ് കൊടുത്തിരുന്നത്. 11-12 അവൾക്ക് എക്സാമും ഉണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞായിരുന്നു, എക്സാം എഴുതണമെങ്കിൽ പൈസ അടച്ചേ മതിയാവുമെന്ന്. അവൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഞാനും പറയും, നീ ഉടമ്പടി എടുത്ത് പോയവളാ, നീ നന്നായി പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് ആ സമയത്തിനുള്ളിൽ എന്തേലും ഒരു വഴി കാണിക്കുമെന്ന്. അങ്ങനെ ആ പറഞ്ഞ സമയം അവൾക്ക് ആ 10-ാം തീയതി ആണെങ്കിൽ 10-ാം തീയതി വൈകിട്ട് തന്നെ കയറാതിരുന്ന പൈസ അവൾക്ക് സംഘടിപ്പിച്ച് ആ ഒരു നേരത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ വഴി അവൾക്ക് അവിടെ അടക്കാൻ പറ്റി. ആ ദിവസം പറഞ്ഞ ദിവസം തന്നെ എക്സാമും എഴുതാൻ പറ്റി. പരിശുദ്ധ അമ്മക്ക് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞാൻ അവിടെ ആയിരുന്നത് കൊണ്ട് തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ രോഗികളായിട്ട് അപരിചിതരായി കാണുന്നവർക്കെല്ലാം കഴിയുന്ന പോലെ നമ്മൾ പൈസ എല്ലാം പറ്റുന്ന പോലെയെല്ലാം ഇട്ട് കൊടുക്കും. കൂടാണ്ട് നോർത്ത് ഇന്ത്യയിൽ വളരെ ബുദ്ധിമുട്ടി പഠിക്കാൻ വിഷമിക്കുന്ന എന്നാൽ കഴിവില്ലാണ്ടുള്ള കുറേ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർ വഴി ഞങ്ങളെ കൊണ്ടാവുന്നൊരു തുക എല്ലാ മാസവും ആ പിള്ളേർക്ക് വേണ്ടിയുമെല്ലാം ഞങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. കൂടാണ്ട് ഇതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ പത്രം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പോയ പോലെ തന്നെ ഞങ്ങൾ പള്ളിയിലും അവിടുത്തെ പള്ളിയിലും ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലായിടത്തും
കൊടുക്കുമായിരുന്നു. ആത്മീയമായിട്ട് കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ എനിക്ക് ഈ ഒരു സമയം സാധിച്ചു. ഇപ്പോൾ ചെറുതായിട്ട് അകന്നു പോകുമ്പോൾ പോലും എന്തേലും ഒരു ചെറിയ കാര്യങ്ങളിലൂടെ ഈശോയും മാതാവും നമുക്ക് ഉള്ളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിങ്ങനെയല്ല മുന്നോട്ട് വരണം. എനിക്ക് തന്നെ ഉള്ളിൽ എപ്പോഴും ഒരു ബോധ്യം വരും, എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി അനുഗ്രഹം പ്രവർത്തിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഒന്ന് മനസ്സുകൊണ്ട് അടുത്ത് അത്ര അധികം ഒന്ന് അടുത്ത് നിന്ന് അവരെനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തൊരു ചെറിയ കാര്യം വന്നാലും ഒന്ന് അകന്നു പോയാൽ എൻ്റെ ഈശോയും മാതാവും അപ്പം തന്നെ ഇപ്പം എന്നെ അടുപ്പിക്കും. അത് കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഒരു തോന്നൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും, ഞാൻ ഉടമ്പടിയിലാണ്, എനിക്ക് ഉടമ്പടിയുടെ നിത്യതയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇന്ന് എൻ്റെ ജന്മദിനമാണ്. ഇന്ന് എൻ്റെ ഒരു നല്ല ദിവസം തന്നെ ഈ അൾത്താരയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് കോടി നന്ദി അർപ്പിക്കുന്നു.